ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെങ്കിലും വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോണ്. ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല പോലെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. നമ്മുടെ അബ്രൂമത്തെ ഒന്ന് വീണു. ഫുള്ള് വെറുതെ ഇരിക്കില്ലല്ലോ. സെറ്റിമേക്കൊക്കെ തന്നെ പടച്ചു കയറലാണ്. സെറ്റിമേ നല്ല താഴെ തന്നെ വീണത്. പക്ഷെ സങ്കടായി പോയി. ഷാരിയ കോട്ട അബ്രുവിനെ ആദത്തിനെ അപേക്ഷിച്ച് ഭയങ്കര സങ്കടം കൂടുതലാണ്. ചേട്ടനെ അടി കൊടുക്കാൻ വന്ന് ഇന്നേ സാധാ മഴ പെയ്യുമ്പോ അമ്മച്ചി വാർത്ത വെക്കാറുണ്ട്. ഇന്ന് വെച്ചിട്ടില്ല കേട്ടാ. വെള്ളപ്പൊക്കം വന്നിട്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വെക്കാറുണ്ട്. കാരണം നമുക്ക് ഒരു പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ പെട്ട കാരണം എന്തിട്ട് അപ്രൂവായോ അമ്മ തിരിക്കുക വായോ. അടി അടി എല്ലാവർക്കും അടി 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 അടി. അടി നോക്കാട്ടെ. നമുക്ക് ആർക്കൊക്കെ കൊടുക്കണം? അമ്മയുടെ കുഞ്ഞാപ്പി. പിന്നെ ഇപ്പൊ മഴ തുടങ്ങിയായിരുന്നു. പക്ഷെ തോർച്ച കാണിക്കും മഴ പെയ്തു പോണായിരുന്നു. കള്ള മഴ പെയ്തതാന്ന് തന്നെ പറ്റിക്കായി. മഴ പെയ്തിട്ടില്ലല്ലോ, മഴ വരുന്നില്ലല്ലോ. ആഗസ്റ്റിന് സമയം. ആഗസ്റ്റിന് കറി വയ്ക്കണത് വഴുതനങ്ങിയ കൊണ്ടുള്ള കാറ്റ് കളയാൻ പറ്റില്ല. എനിക്കിഷ്ടമാണ്. അത് തിന്നോക്കിയാലോ, അത് ഉണ്ടാക്കി നോക്കി തിന്നോക്കിയാലേ എന്ത് രസമുള്ളൂ. ഇതോടെയാണ്ട് ഇങ്ങനെ വാട്ടിയെടുക്കുന്ന രസമുണ്ട്. വഴുതനങ്ങ എനിക്ക് എങ്ങനെ പറ്റുന്നില്ല. എനിക്ക് എങ്ങനെ പഠിക്കണല്ലോ. എനിക്ക് സാധനം ഇഷ്ടല്ല. പിന്നെ ഇഷ്ടല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അമ്മച്ചിക്ക് ഇഷ്ടം. സാധാ അമ്മച്ചിക്ക് ഒരു വെച്ചത് ഇഷ്ടല്ല. നല്ല രസാ തിന്നാനായിട്ട്. ഓടയാണ്ട് എടുത്താ മതി. വേഗം പണികൾ തീർത്ത് പോണ്ടേ നമുക്ക്. ആയിക്കോട്ടെ, ഇത്രയൊക്കെ ഉള്ളൂ. വഴുതനങ്ങ പെട്ടെന്ന് വാടി കിട്ടും. ഓടയാണ്ടിരിക്കണം, അല്ലെങ്കിൽ കുഴപ്പഴാൻ മതി. ഇത് പക്ഷെ ഇത് നല്ല നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയാണ് വളം. വീടുകളിലെ വഴുതനങ്ങ അങ്ങനത്തെ വീടുകളിൽ കിട്ടുന്നതാ. നാടൻ വഴുതനങ്ങ വരവല്ല. നാട്ടിലെ സാധനങ്ങൾ കിട്ടുന്നത് അപ്പച്ചന് കൊണ്ടുവരുട്ട. മറ്റേ പുറത്തുനിന്ന് വന്നത് അധികം ഇങ്ങനെ കൊണ്ടുവരില്ല. വിഷടിച്ചത് കൊണ്ടുവരണ്ടിരിക്കുന്ന വാങ്ങിയായാലും എങ്ങനെയാ ചേട്ടന്മാരെ ഉറക്കത്തിൽ നിന്ന് എനിട്ടിട്ടില്ല. 2 കുട്ടീസ് കിടന്നുറങ്ങാണ്. ഞാൻ എനിക്ക് പല്ലേച്ചു. രാത്രി എന്ന് പറഞ്ഞ ഒരു കസേര കളി പോലെയാ. ഒരുത്തന്നെ ഫസ്റ്റ് അമ്മാമ്മയുടെ അടുത്ത് എടുക്കും, അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയുടെ അടുത്ത് എന്റെ അടുത്ത് എടുക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മാമ്മയുടെ അടുത്ത് എടുക്കും. കൊതുക് ശല്യം ഭയങ്കര. ഈ ജാതിക്കായൊക്കെ വീടിനോടിയാലേ ഭയങ്കര കൊതുക് ശല്യം. ഉറക്കം സത്യത്തില് കൊച്ചിന്റെയും ശരിയാവണില്ല, എന്റെയും ശരിയാവുള്ള. കാരണം ഇവര് ഇവിടെ അതാണ് പ്രശ്നം. അപ്പൊ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പൊ രാത്രി ഫുള്ള് അതങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവന് അമ്മാമ്മയുടെ അടുത്ത് കിടന്നുറങ്ങണമെങ്കിൽ രാത്രി ആകുമ്പോ പകലല്ല രാത്രി തന്നെ. അല്ല 2 മണി എന്ന് പറഞ്ഞാൽ 12 മണിയാകുമ്പോഴാണ് കിടന്ന് ഉറങ്ങണേ. അത് 2 മണിക്കൂർ കിടന്ന് കഴിയുമ്പോ താഴ്ത്തിക്ക് ഇറങ്ങും. പിന്നെ ഒരു ചേട്ടന്റെ കൂടി അങ്ങോട്ട് തിരിയില്ല ഇങ്ങോട്ട് തിരിയില്ല. എനിക്ക് ഉറക്കം ശരിയാവണില്ല, അവന്റെ ഉറക്കം ശരിയാവണില്ല സത്യത്തില്. അപ്പൊ ഇപ്പൊ ഉറങ്ങാൻ എണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എനിക്ക് പല്ലൊക്കെ തേച്ചു ചായ കുടിച്ച് കഴിഞ്ഞെങ്കിൽ ഇവരുടെ പരിപാടികൾ തീർത്തിട്ട് വേണ്ട ഇവരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. എവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഇന്നെങ്കിലും നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ പോകാന്ന് വിചാരിച്ചിരിക്കണം. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചങ്ങനെ പോയാൽ മതി. ഈ ചട്ടി അടി പിടിക്കില്ലേ അമ്മച്ചി? അടി പിടിക്കുന്നില്ല. അലുമിനിയം അല്ലത്. പിന്നെ പക്ഷെ കട്ടിയില്ലല്ലോ അല്ലേ? അധികം കട്ടിയില്ലല്ലോ. എന്നാലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല. ഹിൻഡാലിയത്തിന് ഭയങ്കര കനം, അലുമിനിയത്തിന് കനം ഉണ്ടാവില്ല. അലുമിനിയത്തില് വേറെ അടി പിടിക്കും. അമ്മച്ചി ചായ കുടിച്ചാ? നമ്മുടെ ആദംകുട്ടനെ ഇന്നലെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ ഒരു ചേച്ചി മരുന്നുണ്ട കൊടുന്നു. ഈ സമയത്ത് മരുന്ന് കഴിക്കണ്ടെന്ന് തോന്നുന്നു, മഴക്കാലൊക്കെ. അപ്പൊ അവള് കുറെ മരുന്ന് ഉണ്ടാക്കണ്ട. അപ്പൊ മരുന്നുണ്ട കൊടുന്നു. മരുന്നുണ്ട പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഉണ്ട ഇത്തിരി കൊടുത്തു. ഇത്തിരി കൊടുത്തു കഴിഞ്ഞപ്പോ അവര് ഫുള്ള് ഉണ്ടായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തല്ലായി, കരച്ചിലായി, ബഹളായി. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇപ്പൊ ഞാൻ
അരിയുണ്ട ഉണ്ടാക്കി. അരിയുണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അരി വറുത്തിട്ട് ലേശം തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് പൊടിച്ചിട്ട് ഉണ്ടയാക്കി അതുണ്ടാക്കി കൊടുത്തു. അതുണ്ടാക്കി കൊടുത്തപ്പോഴാ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ, വെറുതെ ഞാൻ കഷ്ടപ്പെട്ടത് മാത്രം വെച്ച. സാധാ ഇവൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും, ഉണ്ടാക്കി കൊടുത്താൽ ഒന്നും തിന്നില്ല. അത് എനിക്ക് പരിപാടി എനിക്ക് അറിയില്ലായിരുന്നു. എന്നാലും അമ്മച്ചിയോട് ചോദിച്ച് അമ്മച്ചി കുറച്ച് ഞാൻ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ അരി വറുക്കണതിൻ്റെ ഇടയിൽ ഉമ്മാരെ ഇനിറ്റു. പിന്നെ അമ്മച്ചി കുറച്ച് നേരം എടുത്തു. പിന്നെ അമ്മച്ചി കുറച്ച് ഉണ്ടയ്ക്ക് ഉണ്ടാക്കി. അങ്ങനൊക്കെ സാധനം ഉണ്ടാക്കിയിട്ടാ. ഞാൻ അത്ര വലിയ ഉണ്ടയല്ല ഉണ്ടാക്കിയ, കുഞ്ഞൊരു ഉണ്ടയിൽ ഉണ്ടാക്കി. പക്ഷെ ഇതിന് അമ്മച്ചി പറയണേ ഇതിന് തേങ്ങ കുറവായിരുന്നു, അതുകൊണ്ട് ഇതിന് നല്ല മുറുക്കായി. ആ ഉണ്ടില്ലേ അതിന്റെ മുറുക്കായി സാധനത്തിന്. ഗായത്തിന് ഇനി കുറച്ചെങ്ങനെ തിന്നൂല്ല, വെറുതെ പഴുത്. ഓങ്ങണ്ടാന്നല്ലേ ആദ്യം രാത്രി ഒങ്ങിയാ? ശരിയായി ഓർക്കാം. എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഐ ലവ് യു. ഹലോ ഗൈസ്, ചായ കുടിച്ചോന്ന് വെച്ചേ? ചായ കുടിച്ചോ? ചായക്ക് കടി ആള് കൊള്ളാലോടാ. പയ്യാൻ പഠിച്ചല്ലോ കൊച്ച്. ഇവരെനിറ്റ് ഞാൻ മെയിൻ പരിപാടി എന്ന് പറഞ്ഞത് ഈ ലൈറ്റ് കളിക്കല്ലാണ്. കേട്ടാ ഇതിനുള്ള തല ലൈറ്റ് ഇട്ടേതാ? ഈ അബ്രുവാണ് മെയിൻ പരിപാടി കളിക്കണേ. നമ്മൾ ബെഡ് താഴ്ത്തിട്ടപ്പോഴേ സുഖമായിട്ടിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി കളഞ്ഞു. ലൈറ്റ് ഇടാ. ചേച്ചിമാർ തല്ലുള്ളൂ. ലൈറ്റ് ഇട്. നീ തല്ലു കൊച്ചിനെ. ലൈറ്റ് ഇട്ടേ. അത് കൂട്ടിട്ടെ. അവിടെ ഒരു അടി ഭൂമിന്ന് പുറത്തിറങ്ങണതിന് മുന്നേ നമ്മളിവിടെ അടിച്ചു വാരിയില്ലെങ്കിൽ ഇവിടെ കാണുന്ന സാധനങ്ങൾ സകലമാനം പറക്കിത്തിന്. ആദരെങ്കിലും കണക്ക് അബ്രു ആദത്തിന്റെ വിചാരം ഇപ്പൊ അബ്രു ചെയ്യണ പോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇരുന്ന് പറക്കി തിന്നിട്ടാ കുഞ്ഞു പിള്ളേരെ പോലെ. അതിന് ഞാനവൻ തമ്മിൽ എന്നും തല്ലണ്. അപ്പൊ വേഗം ഇവിടെ അടിച്ചു വാർന്നു. അമ്മാമ്മ എന്ന് വെയിറ്റ് ഇടാൻ വേണ്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ അമ്മാമ്മയുടെ ഫസ്റ്റ് കയറിയിരിക്കുന്ന ഇവിടെ ആദക്കൂട്ടന്റെ കണ്ടാ വെറുതെ അവനോട് ചെയ്തൊക്കെ പ്രാർത്ഥന വീട്ടില് പ്രാർത്ഥന തന്നെ സ്ഥിതി. അമ്മാവനെടുത്തില്ല. ആദത്തിന്റെ ചലത്തിരിക്കില്ലേ മാറമ്മാമേ ഓടിപ്പിക്കും. അമ്മാമ്മ വീട്ടിട്ടാ പോണ്ടേ ബുക്ക്. നീ ഇവിടെ നിന്നോട്ടാ, വേറെ ഇറങ്ങി കൊടുക്കാം. അമ്മ വെയിറ്റ് ഇട്ടെ അവിടെ ഇരുന്നോ. നീ എങ്ങനെ കേറിയ ചേട്ടാ? ബോളുകാരൻ. ആ ചേട്ടാ കുറുക്കൻ വന്നിട്ടുണ്ട്. 2 കുറുക്കൻ്റെ ഇവിടെ ചേട്ടന്റെ കയ്യിലും. നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കണം. അതേ പോണ്. ഡാഡേനെ വിളിക്കാൻ പോണ്. ചേട്ടൻ പോള്. ആ ഡാഡേന്നില്ല അവിടെ മോനെ. സ്റ്റെബി അവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവനെ വിളിക്കാൻ പോണെന്നാട്ടാ. ഓനാരാ പോന്നിക്കവൻ പൂച്ചുമ്പൻ ഉണ്ടാ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. എന്നാലും നമ്മള് പോണതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും, ഫോട്ടോ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യം വരും. അപ്പൊ എന്തായാലും ഇപ്പൊ ഫ്രീ ആണ്. ഫ്രീ ആയുള്ള സമയത്ത് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഭാരം ഇല്ലാണ്ടിരിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇന്ന് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് വിചാരിക്കണേ. ഇവിറ്റങ്ങളെ കൊണ്ട് പോകുമ്പോ എന്താക്കുന്നു എനിക്ക് പേടി. അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലല്ലോ. ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇപ്പൊ ഫോട്ടോ സ്റ്റാറ്റുകൾ എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒതുങ്ങി ഇരിക്കില്ല. അതാണ് മെയിൻ പ്രശ്നം. ടാസ്ക് ആണ്. പിന്നെ അമ്മച്ചിയും കൂടി ഉള്ള കാരണം എനിക്ക് ഒരാളും കൂടി ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് തന്നെയാണ്. ഇവിടെ കുറച്ചങ്ങോട്ട് പോയാൽ മതി. വല്ല എന്തെങ്കിലും റിസ്ക് കാര്യങ്ങൾ എന്നിട്ട് പറയും ഒരു വാശി പിടിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പൊ പോണതിന് മുന്നേ ചെറിയ ചെറിയ ഒരുക്കങ്ങൾ നമുക്ക് തുടങ്ങാം. എന്നത്തേക്കാ പോകാൻ പറ്റുന്ന ദൈവത്തിന് അറിയാം. പക്ഷെ വിളിച്ചാണ് പോകുന്നത്. എങ്ങനെയാ പോകുന്നത്? ഓട്ടോറിക്ഷയില്. ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് ഇന്ന് പോകുന്നത്. അപ്പൊ ഓട്ടോറിക്ഷ ചേട്ടനോട് ഒരു 11:15 ഞാൻ കുറച്ച് കയറ്റി പറഞ്ഞു. കാരണം അല്ലെങ്കിൽ നമ്മളെന്നും നേരം വൈകാണ് ചെയ്യാറ്. 11:15 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 11:10 5 മിനിറ്റ് കൂടി ഉള്ളു. ഡ്രസ്സ് മാറിൽ ഇപ്പൊ കഴിയുള്ളൂ. അമ്മച്ചിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പിള്ളേരുകള് 2 അങ്ങോട്ട് മാറണ്ടേ.
മാറിയാലല്ലേ. അതിന്റെ ഇടയിൽ കൂടെ ഇന്നാണെങ്കിൽ തീവ്രമായ മഴ, ഭയങ്കര മഴയുണ്ടെന്ന്, ഒരു രക്ഷയില്ലാത്ത മഴ. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് തോർച്ച കണ്ടിട്ടുള്ളൂ. അതാ വീട് ഇവന് നോക്കിയിരുന്നില്ലെങ്കിലേ ഇവനിങ്ങനെ പിടിക്കാന്നേ, എന്താണ് മെയിൻ പ്രശ്നം തന്നെ. അപ്പൊ അതിന് വേണ്ടി പോകണം. പിന്നെ ആദ്യത്തിന്റെ അപ്പുറം 2-3 ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഫോട്ടോ എടുക്കാൻ ഇവന്മാര് ഇരിക്കാവോ. ഈ കിടാവ് രാവിലെ മുതലിരുന്ന് കരച്ചില. എന്നിട്ട് പ്രത്യേകം അമ്മച്ചിയുടെ ഡ്രസ് മാറൽ എന്തായി കഴിഞ്ഞാ? അമ്മയുടെ താക്കോല് ആദംകുട്ടൻ എന്നിട്ടാന്ന് പോക്കറ്റിലിട്ടു. ഇനി വീട് പൂട്ട് പുറത്തിറങ്ങിയിരിക്കാം. ഇല്ല എന്നാ വാ പുറത്തേക്ക് ഇറങ്ങ. മാമി മോനും കൂടി എന്താ തീവ്രമായ ശ്രദ്ധ അല്ല അബ്രുന്. അതിൽ ഓർഡർ ആദ്യത്തിന്റെ ഫോട്ടോ എടുക്കാൻ പോകണോ? ചിരിക്കോ? അങ്ങനെ ചിരിക്ക, ഇങ്ങനെ ചിരിക്കോ? കണ്ണടക്ക അമ്മയല്ല ആ ചേട്ട നോക്ക്, ചിരിക്കണ്ട. അങ്ങനെ ഇരുന്നാ മതി. ചീത്ത പറയൂട്ടാ ചേട്ടൻ. നേരെ നോക്ക ബ്രോ. ആ ചേട്ടനെ നോക്ക്. നിന്റെ അടുത്ത് കഴിഞ്ഞു. കുഞ്ഞ് ആദംകുട്ടൻ കിടുവായോ? എനിക്ക് അവരുടെ ഫോട്ടോ എടുക്കാം. ഇല്ലാന്ന് തല മാത്രമല്ലേ വേണ്ടു, അത് നേരെ വേണം. അങ്ങനെ ഇരുത്തി കഴിഞ്ഞ നേരെയാവില്ലല്ലോ. ഫോട്ടോ എടുക്കട്ടെ. ബായോ ഇങ്ങോട്ട് വായോ അബ്രു. വീട്ടിലെത്തിയിട്ട് ആ ചേട്ടൻ പറഞ്ഞ ചേട്ടന് കുറെ വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്ക് അവിടേക്ക് പോവാനുണ്ട്. അപ്പൊ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. പിന്നെ പ്രിന്റ് എടുക്കാണ്ട് നമ്മൾ കുറച്ച് പണിയുണ്ടല്ലോ. പിന്നെ ആൾക്ക് വേറെ ആൾക്കാരൊക്കെ വന്നപ്പോ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാം. അപ്പൊ നമ്മള് വേഗം ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങനെ തന്നെ തിരിച്ചു പോന്നു. അബ്രൂത്താണെങ്കിൽ അപ്പേക്കിന്റെ ഉറക്കത്തിലേ ഞാൻ ഉറക്കാണ്ടിരിക്കാറുള്ളതാണ് കേട്ടാ. അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫോട്ടോ എടുക്കാനാണെങ്കിലും പിള്ളേര് നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തു. ആദ്യത്തിന്റെ കുഴപ്പമുണ്ടായില്ല. അബ്രു പിന്നെ ഒന്നിരിക്കും, ഒന്ന് നിൽക്കും. പിന്നെ രണ്ടുപേരും കൂടി എന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി എന്റെ മേത്ത് കയറിയിരിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ അധികം നേരം ഒന്നും എടുത്തില്ല കേട്ടാ. ഒരു അരമണിക്കൂറൊക്കെ എടുത്തോളൂ. പക്ഷെ അധികം സമയം എടുക്കൂന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചേട്ടനോട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ആ ചേട്ടൻ പ്രിന്റ് കൊണ്ട് തരാനും കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞ കാരണം നമുക്ക് അധികം സമയം എടുത്തില്ല. നമ്മൾ പോയി വേഗം വന്നു. എന്നിട്ട് വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക, പറയുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു, ഐ ലവ് യു, ഉമ്മ, ബൈ.